സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ആർക്കാണ് സെക്സിൽ കൂടുതൽ താല്പര്യം? നിങ്ങൾ ചിലരെങ്കിലും ഇപ്പം കരുതുന്നുണ്ടോ ഇത് എന്തത്ര ചർച്ച ചെയ്യാനിരിക്കുന്നത്? എല്ലാവർക്കും അറിഞ്ഞുകൂടെ പുരുഷന്മാർക്കാണ് ശരിക്കും. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ സയന്റിഫിക് സ്റ്റഡി നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കും. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. സെക്സിനെ പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കൂടുതലായി നടക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 1-2 ദശകങ്ങൾക്കുള്ളിലാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഒരു വ്യാപകമായ പോപ്പുലാരിറ്റിയും റീച്ചും ഒക്കെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ ഈ ഒരു ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ റീച്ചും പോപ്പുലാരിറ്റിയും കൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും തന്നെയാണ് ഇന്ന് നമ്മളുടെ ലൈംഗികതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും. ഇത് കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് 90കളിലും 2000ലും സെക്സിനെ പറ്റി ഉണ്ടായിരുന്ന മലയാളികളുടെ ഒരു മനോഭാവമല്ല ഇന്ന് 2022 90കളുടെ അവസാനത്തെ ഇറങ്ങിയ ഒരു സിനിമയാണ് രാജാ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന അമീർ ഖാന്റെ ഒരു ചിത്രം. അതിൽ അമീർ ഖാൻ അതിലെ നായികയായ കരിഷ്മ കപൂറിനെ ചുംബിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അന്ന് 90കളുടെ അവസാനത്തിൽ. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് മലയാള സിനിമകളിൽ പോലും ചുംബന രംഗം വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. അപ്പം അതാണ് ഈ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും വ്യാപകമായ ഒരു പ്രസൻസിലൂടെ നമ്മളുടെ ലൈംഗികതയെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ സാറ ഹണ്ടർ മുറെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സെക്സ് റിസർച്ചറും രചയിതാവും വളരെ റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ സമൂഹം ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികത അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അവളെ സ്ലട്ട് എന്നും പിഴച്ചവളെന്നും പറയുമ്പോൾ അത് നേരെ മറിച്ച് സെക്സ് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ അവൻ സ്റ്റഡ് എന്നും പ്ലെയർ എന്നും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് കാരണം സ്വാഭാവികമായിട്ടും പുരുഷൻ്റെ സെക്സിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സ്ത്രീകളെക്കാട്ടിലും കൂടുതലാണെന്നുള്ള ഒരു നാച്ചുറൽ കൺക്ലൂഷൻ അവിടെ എത്തും. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? കുറച്ച് നാൾ മുമ്പ് എൻ്റെ 2-3 മെയിൽ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവരൊക്കെ സെക്സിൽ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആണുങ്ങൾ സെക്സിന് എപ്പോഴും റെഡി ആയിരിക്കുമെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അത് ഉള്ള കാര്യമല്ലേ, നമ്മളൊക്കെ എപ്പോഴും ഏത് സമയവും സെക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും ഒരു സമയത്ത് നിനക്ക് സെക്സിൽ താല്പര്യക്കുറവ് വന്നിട്ടേ ഇല്ല? അപ്പം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല അങ്ങനല്ല, എനിക്കിപ്പം ഞാൻ ടയേർഡ് ആണെങ്കിൽ എനിക്ക് സെക്സിന് താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മൂഡില്ലെങ്കിൽ സെക്സിൽ താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ അസുഖം വല്ലതും വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സെക്സിൽ താല്പര്യം വരാതിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ശരി അപ്പം വേറെ ഒരു കുഴപ്പമില്ല, അപ്പം അത് ഈ ഒരു ടയർഡ്നെസ്, മൂഡ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴും താല്പര്യമുണ്ട് അല്ലേ? അല്ല അങ്ങനെയല്ല, ഒരു ക്ലോസ്നെസ് ഒക്കെ വേണം, എന്നാലേ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇമോഷണൽ കണക്റ്റും ബോണ്ടിങ്ങും എന്നാലാണ് ശരിക്കും സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എടാ അപ്പം നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് നീ എപ്പോഴും സെക്സിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അവന് പിന്നെ ഒന്നും പറയാനായിട്ടുള്ള ഒരു മറുപടി ഇല്ലായിരുന്നു. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നത്. നമ്മളുടെ സമൂഹം ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ്റെ ലൈംഗികത എങ്ങനെ ഉണ്ടായിരിക്കണം അല്ല എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് നിർവചിച്ച് വെക്കുമ്പോൾ ഇത് അവർ കാലക്രമേണ അത് ഇന്റേണലൈസ് ചെയ്യും. അപ്പം അതിൽ നിന്ന് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് പലരും നമ്മളുടെ ലൈംഗികതയെ പറ്റി പറയുമ്പോൾ ഉൾക്കൊള്ളുന്നത്. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ, നമ്മൾ പോലും അത് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. ചുരുക്കം പറഞ്ഞാൽ മിക്ക സ്ത്രീകളെ പോലെ പുരുഷന്മാർക്കും അവർക്കും ഒരു ബോണ്ടിങ്ങും ട്രസ്റ്റും ഇമോഷണൽ കണക്ഷനും ഒക്കെ ഉണ്ടെങ്കിലേ ഒരു സെക്സ് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ എങ്ങനെയാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ സെക്സിൽ താല്പര്യമുണ്ടെന്നും അവർക്കാണ് കൂടുതൽ സെക്സ് ഡ്രൈവും ഉണ്ടെന്നൊക്കെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സമൂഹത്തിൽ വരുന്നത്? ഈ ഒരു തെറ്റിദ്ധാരണ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ സെക്സ് മെഷർ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നാണ്. സെക്സിൽ റിസർച്ച് ചെയ്യുന്ന ഗവേഷകർ പ്രധാനമായിട്ടും ഈ സെക്സ്, അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും സെക്സ് ഡ്രൈവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ എത്ര തവണ സ്വയംഭോഗം ചെയ്തു, നിങ്ങൾക്ക് എത്ര സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു സ്ത്രീ നൽകുന്ന മറുപടിയും ഒരു പുരുഷൻ നൽകുന്ന മറുപടിയും തീർച്ചയായിട്ടും വ്യത്യാസമായിരിക്കും. ഇതിൽ എത്രത്തോളം സത്യം സ്ത്രീകൾ സംസാരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പം ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഡോക്ടർ സാറ ഹണ്ടർ മുറെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ദമ്പതികൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരു കപ്പിൾസിനെ മാത്രമേ അവർ ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അപ്പം എന്തായിരുന്നു ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ്?
ദാമ്പത്യ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏക പങ്കാളിയുമായിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ വരുമ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്സിലുള്ള താല്പര്യം തികച്ചും തുല്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പുതിയ ടോപ്പിക്കുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox. Just sex, no shame.